മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ആണും പെണ്ണും അല്ലാഹു നൽകുന്ന ദൃഷ്ടാന്തമാണ് മക്കളെ. പെൺകുട്ടികൾ റഹ്മത്താണ്. മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ ഫസ്വബറ അലാ ലഅവാഇഹിന്ന വദറാഇഹിന്ന വസറാഇഹിന്ന അദ്ഖലഹു അല്ലാഹുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുൻ. 3 പെൺകുട്ടികളുള്ള ആരെങ്കിലും, മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ, 3 പെൺകുട്ടികൾ ജനിച്ച ഒരാൾ, ഫസ്വബറ അലാ ലഅവാഇഹിന്ന, ആ പെൺകുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുകയും, വദറാഇഹിന്ന വസറാഇഹിന്ന, ആ പെൺകുട്ടികൾ കാരണമുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ഉപ്പയും. സന്തോഷിച്ചോളൂ മുഅ്മിനേ, 3 പെൺമക്കളുണ്ടെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുന്ന, ആ മക്കളോട് ചെയ്യുന്ന കരുണ കാരണം അല്ലാഹു മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, രണ്ട് പെൺകുട്ടികളുള്ളവർ, രണ്ട് പെൺകുട്ടികളുള്ളവർ ചോദിച്ചു, വബിനതാനി യാ റസൂലല്ലാഹ്, നബിയേ 2 പെൺകുട്ടികളാണെങ്കിലോ 3 ആൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത്? 2 ആളുകളാണെങ്കിലോ? ഖാല വബിനതാനി, 2 ആളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട്. അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു, നബിയേ വവാഹിദ യാ റസൂലല്ലാഹ്, ഒരു പെൺകുട്ടിയുണ്ട് നബിയേ, ആ പെൺകുട്ടിയെ ശരിയായ വണ്ണം പോറ്റി വളർത്തിയാൽ അവർ കാരണം സ്വർഗമുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോ വവാഹിദ, അതേ ഒരു കുഞ്ഞാണെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ആണ് പെണ്ണ് എന്ന ആ 2 ജെൻഡറും സൃഷ്ടിക്കുന്ന അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മെ പറയുന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം ജൂത പണ്ഡിതനാണ്. ഹബീബായ നബിയുടെ അരികത്തേക്ക് മദീനത്തേക്ക് വന്നു. മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയോട് 3 ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല. ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യ, ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത 3 ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. തങ്ങൾ പറഞ്ഞു, സൽ, നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹി ഇബ്നു സലാമേ, ചോദിച്ചോളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ വഅഖ്ബിർനി ബിഅവ്വലി തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. നബിയേ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ്. അതിൽ 3ാമത്തെ ചോദ്യം, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ, വലിയ അടയാളങ്ങളിൽ, ഏറ്റവും അരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും? 2ാമത്തേത്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ? സ്വർഗവാസികൾ തിന്നുന്ന ആദ്യ ഭക്ഷണം, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ, ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ, ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ? എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത്? അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. 3ാമത്തെ ചോദ്യം, വമാ ബാലുൽ വലദി യുൻസഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി, എന്താണ് നബിയെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത്? ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് 6ാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്. ജൂത പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു, ഒരു പ്രവാചകനല്ലാതെ അല്ലാഹു നൽകുന്ന ഇൽമു കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അഖ്ബറനീ ബിഹിന്ന ജിബ്രീലു ആനിഫാ,
ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ പറഞ്ഞു, നബിയെ നിങ്ങൾക്കറിയുമോ, ജൂതന്മാർ മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേ? തങ്ങൾക്കറിയാമത്. ആയത്തിറങ്ങുകയാണ്, قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് എതിരാണെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെയെങ്കിലും ശത്രുവാണെങ്കിൽ, അറിയണം ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വിശുദ്ധ വചനം ഹബീബിന് ഇറക്കി കൊടുത്തത്. അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ഹബീബായ നബിയേ അങ്ങയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് ഇത് ഇറക്കിയത്. ഇത് ജൂതന്മാർക്ക് ജിബ്രീൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അല്ലാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ 98-ാമത്തെ ആയത്തുകൾ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കാൻ പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മറുപടി തന്നു. ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്നു, അമ്മാ അവ്വലു അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിന് നബി തങ്ങൾ മറുപടി പറയുന്നു, ഫനാറും മിനൽ മശ്രിഖ് തഹ്ശുറുൻ നാസ ഇലൽ മഗ്രിബ്, കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ്. ആ തീയിന്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും. അങ്ങനെ അർളുൽ മഹ്ശരി വൽ മൻശർ, ഷാം എന്ന് പറയുന്ന പ്രദേശം അല്ലാഹു തആല വിചാരണക്ക് സജ്ജമാക്കുന്ന ഭൂമിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട്. യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഹ്ശറയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ. അതാണ് അവ്വലു അശ്റാത്തിസ് സാഅ എന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു. ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം, എന്താണ് അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്നah, സ്വർഗ്ഗവാസികൾ തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ്? അല്ലാഹു സ്വർഗ്ഗത്തിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഏതാണ് ആ ഭക്ഷണം എന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഉത്തരം അറിയുന്നുണ്ടോ? എന്താണ്? മാഷാ അല്ലാഹ്, ഉത്തരം പറഞ്ഞിട്ടോ? രണ്ടത്താണില്ല, ഹാരിസാണിത്, അബുദാബിയിലാണ്. മാഷാ അല്ലാഹ്. ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ടത്രേ. സിയാദത്തു കബിദിൽ ഹൂത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വർഗ്ഗത്തിലെ മീനാണ്, നമ്മളെ മരുന്നിട്ട് വരുന്ന മീനല്ലത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ സൈസുള്ള മത്സ്യങ്ങൾക്കാണ് ഹൂത്ത് എന്ന് പറയാം. അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട്. അതാണത്രേ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ്, കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ അതൊന്നും നമുക്കറിയില്ല. കിട്ടിയാൽ മതി. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ഉത്തരാണത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് മാംസമാണത്രേ. ഇപ്പൊ സാൽമൺ ഫിഷ് ഒക്കെ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കൂട്ടുന്ന കാണാൻ പറ്റും. പച്ചയിൽ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അല്ലാഹു നൽകുന്നത് ഒരു മത്സ്യത്തിന്റെ കരളിനോട് ചേർന്ന് നിൽക്കുന്ന, ലിവറിനോട് ചേർന്ന് നിൽക്കുന്ന സോഫ്റ്റായ ഒരു ഇറച്ചി കഷ്ണമാണത്രേ.
ഇതൊക്കെ ജൂതന്മാർക്ക് അവരുടെ കിതാബിൽ വായിച്ച് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നബിയെ പരീക്ഷിക്കുകയാണ്. ഇത് സത്യസന്ധനായ നബിയാണോ, ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ്. അതിന് മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത്. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് നബിയെ ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത്? ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഅമ്മൽ വലദു ഇദാ സബഖ മാഉർ റജുലി മാഅൽ മർഅ നുസിഅൽ വലദ് وإذا سبق ماء المرأة ماء الرجل نزعت الولد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷബീജമാണെങ്കിൽ, പുരുഷബീജമാണ് ആ പരസ്പരമുള്ള യാത്രയിൽ മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബഖ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഓടുമ്പോഴാണ് സബഖ എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഗർഭാശയ ഭിത്തിയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷബീജത്തിന്റെയും സ്ത്രീ അണ്ഡത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷന്റേതാണെങ്കിൽ കുഞ്ഞ് ആണായിട്ട് വരുന്നു, അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലത്ത്, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത്, ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സ്പേം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. അല്ലാഹു ഏകനാണ്, അവനല്ലാതെ മഅബൂദുൻ ബിഹഖില്ല എന്നും സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ യഹൂദ ഖൗമുൻ ബഹത്. നബിയേ, ഇദാ അലിമു ബിഇസ്ലാമി സയദഊന മിൻ മകാനതി. നബിയേ, ഒരു സംസ്കാരമോ മൂല്യമോ ഇല്ലാത്ത ജനങ്ങളാണ് ജൂതന്മാർ. ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താഴ്ത്തുന്നത് കാണാൻ കഴിയും. ഫസ്അൽഹും അന്നി, ഞാൻ മുസ്ലിമായ വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ നബിയെ എന്നെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കിൻ. എന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കിൻ നബിയെ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ ഹബീബിന്റെ റൂമിന്റെ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. സ്വഹാബിമാർ കുറെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തങ്ങൾ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ തഖൂലൂന ഫീ അബ്ദുല്ലാഹി ഇബ്നു സലാം. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ജൂതന്മാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ്, ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ്. വഅഅലമുനാ വബ്നു അഅലമിനാ, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ്, ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ്. നിബിതങ്ങൾ ചോദിച്ചു, അവര് മുസ്ലിം ആവുകയാണെങ്കിലോ? അവര് പറഞ്ഞു, അല്ലാഹ് കാക്കട്ടെ, മുസ്ലിം ആവേ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ വാതിന്റെ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു. മഹാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞപ്പോൾ ജൂതന്മാർ, ഇന്നഹു ശർറുനാ വബിനി ശർരിനാ, ഇയാൾ ഞങ്ങളിലെ ഷർറാണ് നബിയെ, ഞങ്ങളുടെ ഷർറിന്റെ മോനാണ്.